ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സത്യം പറഞ്ഞാൽ ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അത് കുറേ നാളായി, പക്ഷെ ഞാനിപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത്. ഇത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഡാൻസ് പ്രാക്ടീസ് ചെയ്തതാണ്. അതിൽ ഫസ്റ്റ് നിൽക്കുന്നത് പഞ്ചു, പിന്നെ ആര്യു, പിന്നെ ഹൊന്തു, പിന്നെ സാധു. ഞങ്ങൾ ജസ്റ്റ് നൈറ്റ് പ്രാക്ടീസ് ചെയ്തെന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ, ശ്രുതി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ. അവിടെ പോയിട്ടായിരുന്നു റിയൽ പ്രാക്ടീസ്. നെക്സ്റ്റ് ഞങ്ങൾ അമ്പലത്തിൽ പോയി. അതാണിത്. ഞാൻ ഹരിയാനെ കളിയാക്കാണ്, ആനേനെ കണ്ട് പേടിച്ചിരിക്കണോണ്ട്. ആനയൂട്ടുണ്ടായിരുന്നു അവിടെ. അത് സ്പെഷ്യൽ ഒരു ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇത്ര നാളായിട്ട് ഇത്ര അടുത്ത് പോയിട്ട് ആനയ്ക്ക് പഴം കൊടുത്ത് ആദ്യമായിട്ടാണ്. പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആന തിരിച്ചു. ഇതാണ് നമ്മുടെ ചിറ്റയും ചെറിയച്ഛനും. അപ്പോൾ ഞങ്ങൾ ശ്രുതിയേച്ചിയുടെ വീട്ടിലേക്ക് പോവുക. അത് മാളയിലാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് അന്ന് ഫുൾ ഡേ പ്രാക്ടീസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയിരുന്നു കല്യാണം. അപ്പം അന്നായിരുന്നു ഹൽദി പരിപാടിയൊക്കെ. അപ്പം അങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പോയിട്ട് അവിടെ ദേവൂട്ടീനെ കിട്ടി. ദേവൂട്ടി നൈസാണ്. അവളെന്നെ ഡ്രസ്സിൻ്റെ മിറർ കണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ ആരെയും നന്നായി കഴിപ്പിച്ചു. എന്നുവെച്ചാൽ അവൾക്ക് കരച്ചിലൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് സമയവും പോയി. അങ്ങനെ അവളോട് ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവളത് നന്നായി റിപ്ലൈ തരണ പോലെ തോന്നുന്നു നമുക്ക്. കണ്ടില്ലേ ശരി. എങ്ങനെ പിന്നെ അവിടെ കുറേ ഉണ്ണികളുണ്ടായിരുന്നു. പഞ്ചമേച്ചിയുടെ ഉണ്ണി ഉണ്ടായിരുന്നു, ദേവൂട്ടി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. അപ്പോൾ ഇതിൽ സാധു ദേവൂട്ടീൻ്റെ അടുത്ത്, ദേവൂട്ടിയുടെ കയ്യിൽ പാലുകുപ്പിയാണ്. ദേവൂട്ടി പിന്നെ ഫുൾ എപ്പോഴും പാലുകുപ്പി പിടിച്ചിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ ഭയങ്കര ഡിസ്കഷനായിരുന്നു ഡാൻസിൻ്റെ. പഞ്ച് പവിത്ര എല്ലാവരും ഉണ്ട്. ക്യാമറ വന്നപ്പോഴേക്കും അവർക്ക് ഇതായി. ഇത് ദക്ഷിണയുടെ പരിപാടി. ഹൽദീന് മുന്നേ ദക്ഷിണയായിരുന്നു. അപ്പം എനിക്ക് ചെറിയ ക്ലിപ്സൊക്കെ കിട്ടിയിട്ടുള്ളൂ. ചേച്ചി നല്ല സുന്ദരിയായിട്ട് സെറ്റ് മുണ്ടൊക്കെ എടുത്താൽ നിൽക്കണ്ടായിരുന്നെ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടായിരുന്നു ഹൽദി. ഇതാണ് കുട്ടിപ്പട്ടാളം. ഇതിൽ ദേവൂട്ടി ഉണ്ട്, തിത്തിമണി ഉണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. നമ്മളെ കുഞ്ഞുമാണ് ഇവരെയൊക്കെ നോക്കണം. പിന്നെ അത് കഴിഞ്ഞ് സാധു ഭയങ്കര ബിസിയാണ്. പവിത്രയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാൻ അടുത്ത ഡ്രസ്സ് മാറാനുള്ള സങ്കടമാണ്. അങ്ങനെ രസമായിരുന്നു. ഇതാണ് സ്റ്റേജ് ടക്കർ. അപ്പോൾ നൈറ്റ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. എങ്ങനെയായിരുന്നു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ്. കല്യാണ വീടിൻ്റെ നമുക്ക് കല്യാണ വീട്ടിലെല്ലാവരും വന്നിരിക്കുകയാണ്. നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ കറിയാണ്. ഇതിപ്പോൾ എല്ലാവരും കേട്ടത് ജ്യോതിയമ്മയുടെ ചിക്കൻ റെസിപ്പിയാണ്. ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ സൗമ്യ ചിറ്റ സുഖേച്ചിയുടെ അമ്മായിയാണ്. അപ്പോൾ മെഹന്തി പൂജിച്ചിട്ടാണ് ഇടുക. അപ്പോൾ അതുകൊണ്ട് പൂജ കഴിഞ്ഞു, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് അവിടെ. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സാണ്. രാത്രി സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടി അവിടെ നിൽക്കാകുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാൻ. ഇത് കാഞ്ചന കാഞ്ചനയുടെ അനിയത്തിയാണ് കാവ്യ. അങ്ങനെ അവരോ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ബ്രൈഡ് ട്യൂബ് ഞങ്ങൾ നടത്തി. ഇത് ഞങ്ങൾ ഈവനിങ് നടത്തിയ ഒരു പരിപാടിയായിരുന്നു. പെട്ടെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഹൽദി. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ്. ചേച്ചി ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ബിക്കോസ് പെട്ടെന്ന് ബ്രൈഡ് ട്യൂബ് ആയപ്പോൾ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് കയ്യെ വെച്ചിട്ടായിരുന്നു. ഇനി നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തു. ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ അതൊന്നും ഇതിലിടാൻ എനിക്ക് പറ്റിയില്ല. ഇടാം. ഇവർ രണ്ടുപേരും ഭയങ്കര ഇമോഷണലായിരുന്നു. ബിക്കോസ് ഇവർ തിക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ ബോണ്ട് കാണുമ്പോൾ നമുക്കും സങ്കടം തോന്നും. കോളേജിലെ ഫ്രണ്ട്സൊക്കെ ഓർമ്മ വരും. ഇതാണ് കാവ്യ. അങ്ങനെ ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല കമ്പനിയായി. നമ്മൾ ഫസ്റ്റ് ടൈം ഇവരെ പരിചയപ്പെടണം. പക്ഷേ സത്യം പറഞ്ഞ ഒരു ഫാമിലി ഒരു ഫീലിംഗ് ആയിരുന്നു. എനിക്കിപ്പോൾ കാഞ്ചനയും കാവ്യമൊക്കെ എൻ്റെ നല്ല തിക്കായ ഫ്രണ്ട്സായി. അങ്ങനെ മറ്റുള്ളവർക്ക് നമുക്ക് മുന്നേ അറിയാമല്ലോ. ഇവരായിരുന്നു നമുക്ക് പുതിയ സ്ട്രേഞ്ചേഴ്സ് പോലെ. അങ്ങനെ നമ്മൾ ബ്രൈഡ് ട്യൂബിയുടെ ഓരോരുത്തർ കേക്കൊക്കെ കൊടുത്ത് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഡ്രസ്സൊക്കെ ചേഞ്ച്. ഇത് ജസ്റ്റ് ഒരു ഡാൻസ് പ്രാക്ടീസ്, ഇരുന്ന് ഡാൻസ് പ്രാക്ടീസ് വീഡിയോ ആണ്. ബിക്കോസ് നൈറ്റ് ആണല്ലോ ഡാൻസ്. ഇത് എല്ലാവരും കൂടി പോസ്. ഇതായിരുന്നു നമ്മുടെ നൈറ്റ് ഡെക്കറേഷൻ. എല്ലാവരും കൂടി സംസാരിച്ചിരിക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹൽദി പരിപാടി, ദക്ഷിണ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ചെറിയച്ഛൻ, അതാണ് ചിറ്റ. ഇവരാണ് ഫസ്റ്റ് ഹൽദി ഇട്ട്. ഞാനും ആരെയും കൂടി ജസ്റ്റ് നമ്മുടെ ഹൽദി ലുക്ക് കാണിച്ചതാണ്. ഫൈനലി ഞങ്ങൾക്ക് ചാൻസ് കിട്ടി. ഞങ്ങളുടെ ടേൺ വന്നപ്പോൾ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. എനിക്കാണെങ്കിൽ ഫേവറേറ്റ് ഓറഞ്ച് ലഡു. അപ്പം ഞാൻ ലഡുവിന് ആദ്യം കൊടുത്തു. ആര്യ വേറെ ഏതോ സ്വീറ്റ് കൊടുത്തു. കുഞ്ഞു എൻ്റെ കൂടെ ഓറഞ്ച് ലഡു കൊടുത്തു. ചേച്ചി പാവം സ്വീറ്റ്സ് കഴിച്ച് മടുത്തുണ്ടാവും. എൻ്റെ അടുത്തേക്കുന്നത് പൊന്നുവാണ്. പൊന്നുവിനെ ഞാൻ ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. ഇങ്ങനെ ഇത് നമ്മുടെ മാളു ചേച്ചിയും അപ്പു ചേട്ടനും ദേവൂട്ടിയും അവരും കൊടുത്തു. ഫൈനലി നമ്മുടെ കാഞ്ചന, ഇതാണ് നമ്മുടെ കാഞ്ചന അച്ചമ്മ.
അച്ഛൻ ഫുള്ളിന് ഫുൾ വൈബാണ് എപ്പോഴും. ഇത് കാവ്യ. പിന്നെ ഇത് ഞങ്ങളുടെ ഡാൻസിൻ്റെ ജസ്റ്റ് കളിച്ച കുറച്ച് ക്ലിപ്സ് ഞാൻ ഇടാം. ഫുൾ വീഡിയോ ഞാൻ പിന്നെ ഇടാം. കട്ടായെന്ന് വിചാരിക്കരുത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ അതിലേക്ക് എന്തായാലും കോപ്പിയായിട്ട് അടിക്കാൻ തോന്നുന്നു. അങ്ങനെ മോർണിംഗ് അമ്പലത്തിലെത്തി ഇവരെ കല്യാണം കഴിഞ്ഞു. ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു, നമ്മളും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചൊക്കെ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അവർ ചുറ്റാണ് കല്യാണം കഴിഞ്ഞിട്ട്. ഇനിയും നേരെ ഹോളിക്കാണ് വരിക. അപ്പം അച്ഛൻ രണ്ടുപേരുടെയും കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതിനൊക്കെ ഒരു ഐതിഹ്യങ്ങളുണ്ടെന്നാണ് കേട്ടേക്കണത്. പിന്നെ കുറേ തലകളുണ്ടാവും. ഞാൻ അങ്ങനെ എടുത്തപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയേക്കണം. പിന്നെ നമ്മൾ ഹോളിൽ പോയപ്പോൾ നല്ല നൈസായിട്ട് ഒരു എൻട്രി ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കേൾക്കാം. ഞങ്ങള് ഒരു ഇല ഇവിടെ ബാക്കി വന്നു. അപ്പൊ ഞങ്ങള് ഒരു ഇലയിൽ ഞാൻ വന്നിരുന്നു കേട്ടോ. സാധാരണ നമ്മള് ശരിയാണ് പിന്നെ നമ്മൾ പരിപ്പ് കൂട്ടിയിട്ടാണ് ആദ്യം ഊണ് കഴിക്കേണ്ടത്. പപ്പടം പരിപ്പ് കൂട്ടിയിട്ടാണ് ആദ്യം കഴിക്കുക. സാധിക്കാൻ എപ്പോഴും കടയാക്കും കേട്ടോ. കടയൊന്നും പറയാൻ പറ്റില്ല. വ്ളോഗ് എടുക്കില്ല, ഞാനെന്നെ വ്ളോഗർ ഇവിടെ. എല്ലാവരും ജ്യോതിയമ്മയുടെ സദ്യനെ പറ്റിയുള്ളത് കേട്ടില്ലേ, അത് നല്ല ചില്ലാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പോർട്രേറ്റ് ആയത് ഇട്ടത്. ഇതിപ്പോൾ ഞങ്ങൾ നടന്ന് ബസ്സൊക്കെ കയറി റിസപ്ഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചിൽ മോഡാണ്. ഞങ്ങൾ നടക്കണ കണ്ടില്ലേ, ഡ്രസ്സൊക്കെ പൊക്കി. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല വൈബായിരുന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു റിസപ്ഷൻ. അപ്പോൾ അതുകൊണ്ട് തൃപ്രയാറാണ്. തൃപ്രയാർ മീൻസ് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ വരെ എത്തുമ്പോഴേക്കും നമ്മൾ എന്തായാലും കുറേ സമയമുണ്ടല്ലോ. അപ്പോൾ പാട്ടൊക്കെ വെച്ച് എന്താ കുഞ്ഞുനെയാണ് കാണുന്നത്. പിന്നെ ഒരു ചേച്ചി, കുറേ ചേച്ചിമാരെ എണിച്ചു. ഇത് ആര്യ, ബ്ലാക്ക് ഡ്രസ്സ്. അവൾ പിന്നെ ഡാൻസ് പാട്ട് കേട്ടാൽ തന്നെ അവൾ വൈബാവും. ഞാനും ഉണ്ടായിരുന്നു, ഞാനും ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്നിട്ടാണ് വൈബ് ഉണ്ടായിരുന്നത്. എല്ലാവരും കൂടി ആ ബസ്സിനുള്ളിൽ നിന്ന് ഓരോരുത്തർ വീഴും. സത്യം പറഞ്ഞാൽ ബ്രേക്ക് ഇടുമ്പോൾ എല്ലാവരും ഓരോ സൈഡിൽ എത്തായിരുന്നു. പക്ഷെ രസമാണ്. ഇതൊക്കെയാണല്ലോ ഒരു ഫണ്ണ്, ഒരു കല്യാണ റിസപ്ഷനൊക്കെ വന്നാൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഡാൻസൊക്കെ കളിച്ച് ഫൈനലി നമ്മൾ ജ്യോതിയമ്മയുടെ ഒരു പാട്ടുണ്ട്, അതെല്ലാവരും കേൾക്കണം.
ഇതാണ് ഞങ്ങളുടെ റിസപ്ഷൻ ലുക്ക്. എങ്ങനെയുണ്ട്? ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് അതൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ടു ഞാൻ. ഇത് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്. നല്ല രസമാണ് ഇങ്ങനെ സംസാരിച്ചത് ഫുഡ് കഴിക്കാൻ. ഇനിയിപ്പോൾ അതൊക്കെ മിസ് ചെയ്യും നമ്മൾ. ഇത് ഞങ്ങളെടുത്ത ഫോട്ടോസ്. പിന്നെ ഇതായിരുന്നു ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ലുക്ക്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ല. ഇതാണ് ഫാമിലി, ഞങ്ങളുടെ ഫാമിലി. അമ്മാവൻ, അമ്മായി, അമ്മ, ശരച്ചേട്ടൻ. പിന്നെ ഇത് ജ്യോതിയമ്മായി വ്ളോഗിന് ടാറ്റ പറയാൻ വന്നേക്കാണ്. പവിത്ര വന്നേക്കണം. അപ്പോൾ എല്ലാവരും ടാറ്റ പറയാണ്. ഫൈനലി എല്ലാവരും ഭയങ്കര ഫീലിംഗൊക്കെ ആയിരുന്നു. എല്ലാവരും ഇപ്പോൾ ഹഗ്ഗൊക്കെ ചെയ്തെല്ലാം സെറ്റായി. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ, സി യു.